ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ രക്തം. എൻ്റെ പേര് പോളി ജോസഫ്. ഞാൻ ബാംഗ്ലൂരിൽ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പാഷൻ ഇന്റർസെക്ഷൻ. ഈ ടോക്ക് നമ്മൾ 6 സബ് പാർട്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഒന്ന്, എന്താണ് രക്തം? 2, രക്തത്തെക്കുറിച്ച് വചനത്തിലൂടെ. 3, യേശുവിന്റെ പീഡാനുഭവം. 4, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതകൾ. 5, യേശുവിന്റെ രക്തം എവിടെയെല്ലാം വീണു. 6, തിരുരക്തത്തിന്റെ ജപമാല. എന്താണ് രക്തം? രക്തമെന്നത് സോളിഡും ലിക്വിഡും ആയ 2 കാര്യങ്ങൾ ചേർന്ന ശരീരത്തിലോടുന്ന രക്തം 6.5 മുതൽ 7 ലിറ്റർ വരെ ആരോഗ്യവാനായ ഒരു പുരുഷനിൽ ഉണ്ടാകും. രക്തത്തിൽ പ്ലാസ്മ 55%. പ്ലാസ്മ പ്രോട്ടീൻ, മിനറൽസ്, വാട്ടർ, സോൾട്ട് എന്നിവ അടങ്ങിയതാണ്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് അശുദ്ധ രക്തം ഹൃദയത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് അത് ശുദ്ധി ചെയ്യുകയും ചെയ്യുന്നതാണ് പ്ലാസ്മയുടെ ജോലി. രണ്ടാമത്തത് റെഡ് ബ്ലഡ് കോർപ്പസൽസ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. മൂന്നാമത്തത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. നാലാമത്തത് പ്ലേറ്റ്ലെറ്റ്സ്. ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അത് രക്തം കട്ടപിടിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നു. രക്തത്തിന്റെ മറ്റൊരു പേരാണ് ജീവൻ. അതുകൊണ്ടാണ് രക്തദാൻ ജീവൻ ദാൻ എന്ന് പറയുന്നത്. ഒരാളുടെ രക്തം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. രക്തത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് പ്രബന്ധങ്ങൾ എഴുതിയ ഒരു സയന്റിസ്റ്റാണ് ഡോക്ടർ വില്യം ഹാർവേ. ഇംഗ്ലീഷ് സയന്റിസ്റ്റായ ഇദ്ദേഹം 1616 സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചെല്ലാം എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ്, ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ്. ബൈബിളിൽ ഏകദേശം 427 തവണയാണ് രക്തത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഉൽപ്പത്തി 4:10 സിബ്ലിംഗ് റൈവൽറിയിൽ സഹോദരനെ ആദ്യമായി കൊന്ന കായനോട് ദൈവം ചോദിക്കുകയാണ്, എന്താണ് നീ ഈ ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് നീതിക്കായി എന്റെ അടുക്കൽ മുറവിളി കൂട്ടുന്നു. ഇതിനെല്ലാം മുമ്പ് തന്നെ പാപം ചെയ്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആദത്തെയും ഹവ്വായെയും മരത്തിന്റെ ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവർ പേടിച്ചരണ്ടിരിക്കുമ്പോൾ ദൈവം ഇതാ തോലുകൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കി ധരിപ്പിക്കുന്നു. ഈ തോലുകൊണ്ടുണ്ടാക്കിയ ഈ കുഞ്ഞാട്, കൊല്ലപ്പെട്ട കുഞ്ഞാട്, വരാനിരിക്കുന്ന യേശുവിന്റെ പ്രതിരൂപമായിരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതകൾ. 1, യേശുവിന്റെ രക്തം പെർഫെക്റ്റ് ബ്ലഡ് ആണ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തം ഒറ്റിക്കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 18:38 പീലാത്തോസ് പറയുന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശു തന്നെ യോഹന്നാൻ 8:46 പറയുന്നു, ആർക്ക് എന്നിൽ കുറ്റം കണ്ടെത്തുവാൻ സാധിക്കും? 1 പത്രോസ് 2:22 പറയുന്നു,
അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. 1 യോഹന്നാൻ 3:5 പറയുന്നു, പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല. രണ്ടാമത്തത്, യേശുവിന്റെ രക്തം ശുദ്ധിയുള്ള രക്തമാണ്. കർമ്മപാപവും ജന്മപാപവും ഇല്ലാത്ത ശുദ്ധിയുള്ള രക്തം, ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം ശുദ്ധിയുള്ള രക്തമാണ്. മൂന്നാമത്തത്, നിലനിൽക്കുന്ന രക്തമാണ്. ആട്ടുകുട്ടന്മാരുടെയും കാളക്കുട്ടന്മാരെയും ഒരിക്കൽ കൊന്നാൽ അവയുടെ രക്തം ഒഴുകി നിൽക്കും. യേശുവിന്റെ രക്തം എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തത്, ശക്തിയുള്ള രക്തമാണ്. വെളിപാട് 12:11, പിശാചിനെ അവന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ തകർത്ത് കളഞ്ഞു. 5, പൂർണ്ണ പരിഹാര രക്തമാണ്. യേശുവിന്റെ രക്തം പൂർണ്ണമായ പരിഹാരമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:7. അടുത്തത്, യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊടുത്തല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് എന്ന് 1 പത്രോസ് 1:18-19 എഴുതിയിരിക്കുന്നു. അടുത്തതായി, യേശുവിന്റെ രക്തം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 12:13 കൊന്ന കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിയിൽ തേച്ചു വെച്ചതിന് ശേഷം സംഹാരദൂതൻ അത് കാണുമ്പോൾ അവരെ വിട്ടകന്നു പോകുന്നു എന്നെഴുതിയിരിക്കുന്നു. അടുത്തതായി, യേശുവിന്റെ രക്തം റിയൽ ഡ്രിങ്ക് ആണ്. യോഹന്നാൻ 6:55 പറയുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയമാകുന്നു, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവുമാകുന്നു. അടുത്തതായി, നാം വചനത്തിലൂടെ തിരുരക്തത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുവാൻ പോകുന്നു. മത്തായി 26:28 പറയുന്നു, ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാവുന്നു. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും. എഫേഷ്യൻസ് 1:7 പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. കൊളോഷ്യൻസ് 1:13 പറയുന്നു, നമുക്ക് ദോഷകരമായി തീർന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഹെബ്രായർ 17:11 പറയുന്നു, എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. 1 യോഹന്നാൻ 1:7 പറയുന്നു, എന്തെന്നാൽ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. യോഹന്നാൻ 6:55 പറയുന്നു, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയമാകുന്നു. ഹെബ്രായർ 12:13 പറയുന്നു, സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. എഫേഷ്യൻസ് 2:13 പറയുന്നു, എന്തെന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തു അവന്റെ രക്തം വഴി സമീപസ്ഥരുമായിരിക്കുന്നു. യെശയ്യാ 53:5 പറയുന്നു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എബ്രായർ 10:10 പറയുന്നു, ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എബ്രായർ 9:22 പറയുന്നു, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. റോമർ 5:10 പറയുന്നു, നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ മരണം മൂലം രക്ഷിക്കപ്പെടുമെന്നും തീർച്ച. യോഹന്നാൻ 6:53 പറയുന്നു, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല.
എബ്രായർ 10:19 പറയുന്നു, എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. 1 പത്രോസ് 1:19 പറയുന്നു, പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ്. വിശുദ്ധ മറ്റൽഡ, വിശുദ്ധ ബ്രജീത്ത്, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്, സിയനയിലെ കത്രീന, അമ്മ ത്രേസ്യ, ഫ്രാൻസിസിലെ അസീസി മുതലായ പുണ്യവാളന്മാരിലൂടെ ഈശോ തന്റെ പീഡാനുഭവം വിവരിക്കുന്നുണ്ട്. 6666 അടികളാണ് അവിടുത്തെ മേൽ അടിച്ചത്. 28,430 തുള്ളിച്ചോര ഞാൻ തൂകി. അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും തന്നെ കുത്തിയ ലോങ്കീനോസിന്റെ കണ്ണുകളിലേക്കൊഴിച്ച് അവന് കാഴ്ച നൽകുന്നത് നാം കാണുന്നു. യോഹന്നാൻ 19:34 യേശുവിന്റെ ഹൃദയം കുത്തി തുറക്കുന്ന ഭാഗം നാം കാണുന്നു. 606 പട്ടാളക്കാർ എന്നെ വലിച്ചു കൊണ്ടുപോകാനുണ്ടായിരുന്നു. 88 ന്യായാധിപന്മാർ എന്നെ വിചാരണ ചെയ്യാനുണ്ടായിരുന്നു. 1108 പേർ എന്നെ നോക്കി കളിയാക്കി നിന്നു. 3 പേർ എന്നെ നോക്കി സഹതപിച്ചു നിന്നു. 72 മുള്ളുകൾ എന്റെ തലയിലും നെറ്റിയിലും മെഡുല്ല ഒബ്ലോങ്കേറ്റയിലും കണ്ണിലും പുരുകത്തിലും എല്ലാം കുത്തിത്തളച്ചു കയറി. അതിൽ 3 വലിയ മുള്ളുകൾ എന്റെ നെറ്റിയിൽ തറച്ചു കയറി. 180 പ്രാവശ്യം അവർ എന്റെ മുഖത്ത് തുപ്പി. ധാരാളം പ്രാവശ്യം ഞാൻ കുരിശുമായി വീണു. 182 പ്രാവശ്യം അവർ എന്റെ പുറത്ത് പിടിച്ച് തള്ളി. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഓരോ പീഡാസഹനവും കൃത്യമായി അവിടുന്ന് തന്നെ മിസ്റ്റിക്കുകളിലേക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. യേശുവിന്റെ രക്തം എവിടെയെല്ലാം വീണു എന്ന് നമുക്ക് നോക്കാം. 1 ലൂക്ക 1:59 8-ാം ദിവസം പരിച്ഛേദനത്തിനായി പരിശുദ്ധ അമ്മയും ഔസേപിതാവും കൂടി അവനെ ശിമോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ കൈയാളിച്ചു. യഹൂദ നിയമപ്രകാരം പരിച്ഛേദനായ യേശുവിന്റെ ഫസ്റ്റ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് അവിടെ തന്നെ വീണു. രണ്ടാമതായി 3 പ്രാവശ്യം ഈശോ രക്തം വിയർക്കുന്നു. ലൂക്ക 22:44 ഗത്സമൻ തോട്ടത്തിൽ അവൻ 3 പ്രാവശ്യം രക്തം വിയർത്തു. മൂന്നാമതായി പീലാത്തോസിന്റെ പ്രിത്തോറിയത്തിൽ വെച്ച് 6666 അടികളേറ്റപ്പോൾ അവന്റെ ശരീരം മുഴുവൻ പൊളിഞ്ഞുപോയി. പുറത്തെ തോല് തോരണം പോലെ തൂങ്ങിക്കിടന്നു. അവന്റെ മേലുള്ള അടികളാൽ സൗഖ്യം പ്രാപിച്ചു. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും യെശയ്യാ 53:5 അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. 4-ാമത്തത് മുൾമുടി ധരിപ്പിക്കുന്നു. യോഹന്നാൻ 19:2 അതിനുശേഷം അവർ അവനെ മുൾമുടി ധരിപ്പിച്ചു, ഒരു ചുമന്ന മേലങ്കിയും ധരിപ്പിച്ചതിന് ശേഷം 12,000 പട്ടാളക്കാരുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി തുപ്പുകയും ഞാങ്ങണ കൊണ്ട് അടിക്കുകയും കളിയാക്കുകയും യൂതന്മാരുടെ രാജാവേ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. 4-ാമത് അവിടുത്തെ കരങ്ങൾ കുരിശിനോട് ചേർത്ത് തറച്ചപ്പോൾ. 5 അവിടുത്തെ പാദങ്ങൾ കുത്തിത്തുളച്ചപ്പോൾ. 6 യോഹന്നാൻ 19:34 അവിടുത്തെ തിരുവിലാവ് കുത്തിത്തുളച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നിട്ട് വർഷങ്ങൾ എത്രയായി? ഇതൊരു പഴയ കടങ്കഥയായി ആണോ നീ ഇപ്പോഴും കരുതുന്നത്? അതോ യേശുവിനെക്കുറിച്ച് നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 21:15 ശിമയോനോട് ഈശോ ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ,
നിനക്ക് ഇവരെക്കാൾ അധികമായി എന്നെ ഇഷ്ടമാണോ? ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നാൽ ചോദ്യം വെളിപാട് 2:4 എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പരാതിയുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം എന്നോടില്ല. കുഞ്ഞുനാളിലെ നിനക്കുണ്ടായിരുന്ന വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം നിനക്കിപ്പോഴില്ല എന്ന് പറയുമോ? അതോ നീ ഇപ്പോഴും എന്നോട് സ്നേഹമുള്ളവനാണോ? പ്രിയപ്പെട്ടവരെ, അടുത്തതായി തിരുരക്തത്തിന്റെ ജപമാലയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നു. 1995 മെക്സിക്കോയിലുള്ള ഒരു 17 വയസ്സുകാരൻ യുവാവ് ബർണബാസ് നോവെ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ യേശു പ്രത്യക്ഷനായി പറഞ്ഞു, നീ തിരുരക്തത്തിന്റെ ജപമാലയുടെ ഭക്തി പ്രചരിപ്പിക്കണം. പിന്നീട് പലപ്പോഴും മാതാവും പല മിസ്റ്റിക്കുകളും ഈശോയും വീണ്ടും വീണ്ടും ഈ മകന് പ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, തിരുസഭ ജൂലൈ മാസം യേശുവിന്റെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണ്. ഒരിക്കലൊരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏകപുത്രൻ യുദ്ധത്തിന് പോയി അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനവും പുറത്തിറക്കി വെച്ച് ഓപ്ഷൻ ചെയ്യാൻ വെച്ചു. ആ കൂട്ടത്തിൽ ഈ മകന്റെ ഒരു പടവും ഉണ്ടായിരുന്നു. ഓപ്ഷൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടവും കൂടി ഓപ്ഷൻ ആകണം. ആരും വാങ്ങിക്കാനില്ലായിരുന്നു. ആ വീട്ടിലെ വേലക്കാരൻ $5 കൊടുത്ത് ആ പടം വാങ്ങി. ഉടനെ ആ ഹൗസ് ഓണർ പറഞ്ഞു, ദ ഓപ്ഷൻ ഈസ് ഓവർ. ദ വൺ ഹു പൊസസസ് ദ പിക്ചർ ഓഫ് ദ സൺ ഗെറ്റ്സ് ദ ഫുൾ പ്രോപ്പർട്ടി. യേശുവിന്റെ രക്തത്താൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്നേ ദിവസം കഴുകുക, ബാക്കിയെല്ലാം അവിടുന്ന് കൂട്ടിത്തേർത്ത് തരും. ആ വലിയ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും നടന്നു നീങ്ങുവാൻ ഈശോ തന്നെ തന്റെ മാലാഖമാരാൽ, പരിശുദ്ധ അമ്മയാൽ, തന്റെ തിരുരക്തത്തിന്റെ വേദനകളാൽ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.